ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇവരുടെ എന്തിനും പോരാത്ത മകൻ ഋതിക മാഡത്തിന്റെ ഓഫീസിൽ വന്ന് നിൽപ്പുണ്ടായിരുന്നു. ഓ, അതെന്തിനാ? എന്തോ ഫയല് സബ്മിറ്റ് ചെയ്യാനാണെന്ന് അവിടെ പറഞ്ഞത്. ഫയലോ? ശുദ്ധ നുണയാ. അല്ല, നിങ്ങൾ പോയ കാര്യം എന്തായി? പോയ കാര്യമെല്ലാം സക്സസ് ആയി രാധമ്മേ. ഓഫീസിൽ വെച്ച് അച്ഛനുമായിട്ട് എല്ലാം സംസാരിച്ചു. അച്ഛൻ ചില കാര്യങ്ങൾക്ക് അഡ്വൈസ് തരാനാ വിളിപ്പിച്ചത്. അപ്പൊ പിന്നെ സന്തോഷായല്ലോ. ഓഫീസിൽ എത്തണം എന്നൊക്കെ പറഞ്ഞപ്പോ ഞാനങ്ങ് പേടിച്ചു പോയി. ഇപ്പൊ അങ്ങനെയാ, ചെറിയ കാര്യങ്ങൾ കേൾക്കുമ്പോഴേ ടെൻഷനാവും. എന്താന്നറിയില്ല. അതെ, മനക്കെട്ടില്ലാഞ്ഞിട്ടാ. എന്നെ നോക്ക്, ആകാശം ഇടിഞ്ഞു വീഴാൻ പോണെന്ന് പറഞ്ഞാലും പോട്ടെ അതെന്ന് ഞാൻ പറയും. അല്ല, മരപോന്ത് പോലൊരു മകനെ പ്രസവിച്ചിട്ട് ഞാൻ സഹിക്കുന്നില്ലേ? പോട്ടെന്ന്. ഞാൻ മാഡത്തിനെ കൊണ്ടാക്കാമെന്നാ. എനിക്ക് തിരിച്ച് ഓഫീസിൽ പോണം. ഞാൻ ഇറങ്ങട്ടെ. നീ പിന്നെയും പോവാണോ? പോണോ വെച്ചാ ഞാൻ പോയിട്ട് വരാം. ഫോൺ നന്നാക്കി കിട്ടി അപ്പൂപ്പ? കിട്ടി മോളെ. പക്ഷെ അപ്പൂപ്പന്റെ സിം കാർഡ് എന്തോ ബ്ലോക്ക് ആയി പോയി. പുതിയ സിം കാർഡ് ഇട്ടിരിക്കുക. അതിന് കുഴപ്പമില്ല. മോക്ക് ഗെയിം കളിച്ചാ പോരെ. താപിടി. വേണമെങ്കിലേ എനിക്ക് പുറത്തു പോണം. ചില സാധനങ്ങളൊക്കെ വാങ്ങാനാ. അങ്കിളിന് എന്റെ കൂടെ വരാവോ? പിന്നെന്താ, മോള് വാ, നമുക്ക് പോയിട്ട് വരാം. അങ്കിളിന് ഫ്രഷ് ആവണ്ടേ? ഏയ്, നമുക്ക് പോവാന്ന്. അപ്പൊ ശരി രാധമ്മേ, ഞങ്ങൾ ഇറങ്ങട്ടെ. പോയിട്ട് വാ മോളെ. എന്റെ കയ്യിൽ ഫോണില്ല. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മോളെ വിളിച്ചാ മതി. ശരി വേണുവേട്ടാ. മോള് വാ. പോയിട്ട് വരാം. അമ്മായി അച്ഛനും മരുമോളും കൂടെ പോണത് കണ്ട അച്ഛനും മോളും വന്നേ ആരും പറയൂ. അതിനെന്താ കുഴപ്പം? ഞങ്ങൾക്ക് ഞങ്ങളുടെ മകള് തന്നെയായിരുന്നു മോള്. കേട്ടല്ലോ, യു ഗെറ്റ് ഔട്ട്. അല്ല, രാജുവിനോടൊപ്പം അവളിപ്പോ ടൗണിൽ പോയതല്ലേ? എന്നിട്ട് സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ലേ? അയ്യോ, അപ്പൊ അമ്മയ്ക്കും മോക്കും കാര്യങ്ങളൊന്നും അറിയില്ലേ? എന്ത് കാര്യം? രാമായണം മുഴുവനും വായിച്ചിട്ട് രാമന്റെ ആരാ സീതയെന്ന് ചോദിച്ചതുപോലെ ആയല്ലോ. എന്റെ രാധേ, രാജുമോനും ഋതുമോളും തമ്മിൽ മുട്ടനുടക്ക്. ഇതാ പറയുന്നത് ബൈക്കോളജി പഠിക്കണോന്ന്. ബൈക്കോളജി ഒന്നും അല്ല, സൈക്കോളജി. എന്താ മാങ്ങാത്തൊല്ലെങ്കിലും ആവട്ടെ. പിന്നെ രാജുവും കൃതിക മോളും തമ്മിൽ കീരിയും പാമ്പും പോലെ മുഖത്തേക്ക് നോക്കിയാ ഞാനിത് ഗണിച്ചെടുത്തത്. അല്ല, ഈ വഴക്കിട്ട് നടക്കുന്ന ഭാര്യാഭർത്താക്കന്മാരെ കണ്ടാൽ എനിക്കറിയാം. ഈ തേള് കുത്തിയതുപോലെ മുഖം ഇങ്ങനെ വീർത്തിരിക്കും. ഞാനിത് കണ്ടുപിടിച്ചെന്ന് മോളോട് പറയരുതേ. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പോട്ടെ. രാജു, രാജു ഇരിക്കെ. രാജു ഒറ്റയ്ക്കേ ഉള്ളൂ? ഋതുമോൾ എവിടെ? മാഡം വന്നില്ല. ടൗണിൽ ഓഫീസ് വരെ വന്നല്ലേ? എന്നാ പിന്നെ ഇങ്ങോട്ടൊന്നും കൊണ്ടുവരായിരുന്നില്ലേ? ജോലി തിരക്കുണ്ടേ, അത് കാരണം ഞാൻ വീട്ടിൽ കൊണ്ടുപോയി വിട്ടു. ഞാൻ മോളെ കണ്ടിട്ട് തന്നെ കുറെ ദിവസമായി. ഒന്ന് കാണാനായിരുന്നു. എന്നാ പിന്നെ ഞാൻ നാളെ ഓഫീസിലേക്ക് വരുമ്പോ കൂട്ടിക്കൊണ്ടുവരാം.
ഇവരുടെ എന്തിനും പോരാത്ത മകൻ ഋതിക മാഡത്തിന്റെ ഓഫീസിൽ വന്ന് നിൽപ്പുണ്ടായിരുന്നു. ഓ അതെന്തിനാ? എന്തോ ഫയല് സബ്മിറ്റ് ചെയ്യാനാണെന്ന് അവിടെ പറഞ്ഞത്. ഫയലോ? ശുദ്ധ നുണയാ. അടുത്ത് എന്തെങ്കിലും ഉപദ്രവം നടത്താനുള്ള പ്ലാൻ മനസ്സിലുണ്ടായിരിക്കും. മറ്റുള്ളവരെ നശിപ്പിക്കണമെന്ന് മാത്രമാണല്ലോ ഇവരുടെ ലക്ഷ്യം. മാഡം വളരെ സൂക്ഷിക്കണം. ഇനി അടുത്ത കാലത്തൊന്നും എന്റെ നേർക്കൊന്നിനും വരില്ല. ആ തരത്തിലുള്ള പണിയാ അമ്മയ്ക്കും മോനും ഋതുമോള് കൊടുത്തത്. ആ പകയും പ്രതികാരവും അവരുടെ ഉള്ളിൽ കത്തുന്നുണ്ട്. അതവരുടെ മുഖത്തും കാണാം. നിങ്ങൾ രണ്ടുപേരും ഒന്ന് സൂക്ഷിച്ചാ മതി. അയ്യോ, ഞങ്ങൾ നോക്കിക്കോളാം മാഡം. മാഡം ഒന്ന് ശ്രദ്ധിച്ചാ മതി. അല്ല, ശേഖരൻ സാർ ഇവിടെ പോയി? ശേഖരേട്ടൻ നെല്ലിയാമ്പതിക്ക് പോയിരിക്ക. അമ്മ സൂര്യമംഗലത്തും. ഓ, രണ്ടുപേരും 2-3 ദിവസം കഴിഞ്ഞേ വരൂ. ആ, വർമ്മ സാർ അകത്തില്ലേ? ഉണ്ട്, മുകളിലുണ്ട്. ആ, എന്നാ ഞാനൊന്ന് സാറിനെ കണ്ടിട്ട് വരാം. അവൻ പ്രതാപന്റെ മുറിയിലേക്കാണല്ലോ. എന്താ സംസാരിക്കുന്നതെന്ന് കേൾക്കണമല്ലോ. എന്റെ അന്വേഷണങ്ങളൊക്കെ മുടങ്ങും അങ്കിൾ. കാരണം ഓഫീസ് തിരക്കുകൾ അത്രയ്ക്ക് വലുതാ. മോളെ, എത്ര വലിയ ജോലിയായാലും ടെൻഷനോടുകൂടി ഒന്നും ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ എല്ലാം കുഴയും. മാനസികമായ ഒരു പിരിമുറുക്കവും കൂടാതെ വളരെ റിലാക്സ് ആയി അത് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ഒരു കുഴപ്പമുണ്ടാവില്ല. പല ജോലിയും നമുക്ക് ഇഷ്ടമുണ്ടായിട്ട് ചെയ്യണതല്ലോ. അത് നമ്മുടെ ജോലിയാ, നമ്മളത് ചെയ്തേ പറ്റൂ. പക്ഷെ ചെയ്യുന്ന ജോലികള് മനസ്സുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടതാക്കാൻ ശ്രമിക്കുക. രസകരമാക്കുവാൻ ആവുന്നത്ര ശ്രമിക്കുക. നമ്മൾ ഉറപ്പിച്ച് തീരുമാനിച്ചാ നടക്കാത്ത ഒരു കാര്യമില്ല. പിന്നെ ഞാൻ അങ്കിളിനെയും കൂട്ടി വന്നത് തന്നെ കുറെ കാര്യങ്ങൾ കൂടി ചോദിച്ചറിയാനാ. ചില കാര്യങ്ങൾ വീട്ടിലിരുന്ന് സംസാരിക്കാൻ പറ്റില്ലല്ലോ. പറ്റില്ല. മനുഷ്യനൊന്നും നാവനയ്ക്ക തൊട്ടു മുമ്പിലുണ്ടാവും കൊച്ചമ്മണി വല്യമ്മ. മോളെ, സത്യം പറ, അവരെ ഒതുക്കിയത് മോളല്ലേ? വേണമെങ്കിലേ അതൊക്കെ ഒരു സീക്രട്ട് ആയിട്ട് തന്നെ ഇരുന്നോട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഏതായാലും കൊച്ചമ്മണി ഒന്ന് ഒതുങ്ങി, അത് മതി. അങ്കിളെ, മറ്റൊരു കാര്യമുണ്ട്. അച്ഛന്റെ അമ്മയുടെയും കഥ അങ്കിള് പറഞ്ഞു. പക്ഷേ കല്യാണം കഴിഞ്ഞവരെ പറഞ്ഞോളൂ. അമ്മമ്മ തോക്കെടുത്ത കാര്യം അമ്മമ്മ പറഞ്ഞു കേട്ടു. പിന്നെന്താ അവരുടെ ജീവിതത്തിൽ ഉണ്ടായത്? അകലേ നോവിനാലേ ഭാര്യയ്ക്ക് ഒരു തരത്തിലും ഒരു വേദന ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്ന ഭർത്താവ് പതുക്കെ പതുക്കെ ഭാര്യയോട് അടുക്കുകയും ഭാര്യയോട് വലിയ പ്രണയം തോന്നി തുടങ്ങുകയും ചെയ്തു. ഇതൊരു വിചിത്രമായ പ്രണയത പോലെയാണല്ലോ എനിക്ക് തോന്നുന്നത്. നമ്മൾ ഉറപ്പിച്ച് തീരുമാനിച്ചാ നടക്കാത്ത ഒരു കാര്യമില്ല. പിന്നെ ഞാൻ അങ്കിളിനെയും കൂട്ടി വന്നത് തന്നെ കുറെ കാര്യങ്ങൾ കൂടി ചോദിച്ചറിയാനാ. ചില കാര്യങ്ങൾ വീട്ടിലിരുന്ന് സംസാരിക്കാൻ പറ്റില്ലല്ലോ. പറ്റില്ല. മനുഷ്യനൊന്നും നാവനയ്ക്ക തൊട്ടു മുമ്പിലുണ്ടാവും കൊച്ചമ്മണി വല്യമ്മ. മോളെ, സത്യം പറ,
അവരെ ഒതുക്കിയത് മോളല്ലേ? വേണമെങ്കിലേ അതൊക്കെ ഒരു സീക്രട്ട് ആയിട്ട് തന്നെ ഇരുന്നോട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഏതായാലും കൊച്ചമ്മണി ഒന്ന് ഒതുങ്ങി, അത് മതി. അങ്കിളെ, മറ്റൊരു കാര്യമുണ്ട്. അച്ഛന്റെ അമ്മയുടെയും കഥ അങ്കിള് പറഞ്ഞു. പക്ഷേ കല്യാണം കഴിഞ്ഞവരെ പറഞ്ഞോളൂ. അമ്മമ്മ തോക്കെടുത്ത കാര്യം അമ്മമ്മ പറഞ്ഞു കേട്ടു. പിന്നെന്താ അവരുടെ ജീവിതത്തിൽ ഉണ്ടായത്? ഞാൻ ജനിച്ചതിന് ശേഷം എന്നെ ഉപേക്ഷിച്ച് അമ്മ അച്ഛനെ വിട്ടു പോവാൻ കാരണം എന്താ? മോളെ ഉപേക്ഷിച്ചു പോയതൊന്നുമല്ല പത്മാവതി മാഡം. അത്ര മനുഷ്യപ്പറ്റില്ലാത്ത സ്ത്രീയൊന്നുമല്ല മോളെ മോളുടെ അമ്മ. ശരിയാണ്. പക്ഷെ അവരുടെ ജീവിതത്തില് ഇത്രയും പ്രശ്നങ്ങൾ എങ്ങനെ ഉണ്ടായി? പിന്നെ ഞാൻ ഇല്ലല്ലോ മോളെ അവരുടെ കൂടെ. പ്രതാപൻ സാറ് രാഷ്ട്രീയത്തിൽ വലിയ തിരക്കുള്ള ആളായി. MLA ആയി, മന്ത്രിയായി. പിന്നെ മഹാദേവവർമ്മ സാറ് മരിച്ചതോടെ സത്യം പറഞ്ഞ ഞാൻ സൂര്യമംഗലം വിട്ടു. ഞാനും രാധയും ഞങ്ങളുടെ കൊച്ചു കുടുംബവും ഇവിടെ വന്ന് താമസമായി. പിന്നെ മക്കളായി, അവരെ പഠിപ്പിക്കുന്ന തിരക്കിലുമായി. ആ ജീവിതം അങ്ങനെ തുടർന്നു. അങ്ങളെ, അവര് തമ്മിൽ മാനസികമായി ആകുന്നതിന്റെ കാരണങ്ങൾ എനിക്ക് അറിയണമെന്നുണ്ട്. മോളെ, ഏത് ദാമ്പത്യ ജീവിതത്തിലായാലും ഒരു കെട്ടുറപ്പ് വേണം, ഒരടിത്തറ. അത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പരസ്പര വിശ്വാസത്തിലാണ്. ഹൃദയം കൊണ്ട് അന്യോന്യം സ്നേഹിച്ചാൽ മാത്രം പോരാ. ഒരിക്കലും ഉലയാത്ത വിശ്വാസം രണ്ടുപേരും തമ്മിലുണ്ടാവണം. ആ വിശ്വാസം രണ്ടുപേരിൽ ഒരാൾക്ക് ഇല്ലാതായാൽ ജീവിതം തകിടം മറിയും. പ്രതാപൻ സാറിന്റെയും പത്മാവതി മാഡത്തിന്റെയും ജീവിതത്തില് സംഭവിച്ചതാണ്. അങ്കിള് പറഞ്ഞതനുസരിച്ച് അച്ഛനും നല്ലതാ, അമ്മ അതിനേക്കാളും നല്ലതാ. ഈ നല്ല മനുഷ്യർക്ക് ഇങ്ങനെയൊക്കെ പറ്റുമോ? എന്താ സംശയം? നല്ല മനുഷ്യരെന്ന് പറഞ്ഞ ഹൃദയമുള്ളവര്. ഹൃദയമുള്ളവർക്ക് വികാര വിചാരങ്ങൾ ഉണ്ടാവൂ. അല്ലാത്തവർക്ക് ഒരു പ്രശ്നമില്ല. ജീവന് തുല്യം സ്നേഹിച്ചവരിൽ ഒരാൾ മറ്റൊരാളെ വഞ്ചിച്ചു എന്ന തെറ്റിദ്ധാരണ ആരുടെയെങ്കിലും ഒരാളുടെ മനസ്സിലുണ്ടായാൽ മതിയല്ലോ. സ്നേഹിച്ചവർ ചതിച്ചു എന്ന വിചാരം മനസ്സിലുണ്ടായാൽ അവർക്കത് സഹിക്കാനാവില്ല. ആര് വഞ്ചിച്ചു എന്ന് അങ്കിളി പറയുന്ന? അവര് രണ്ടുപേരും ആരെയും വഞ്ചിക്കാറില്ല മോളെ. രണ്ടുപേരെയും എനിക്കറിയാവുന്ന പോലെ മറ്റാർക്കും അറിയില്ല. പിന്നെ എന്താ ഇവിടെ സംഭവിച്ചത്? എന്ത് സംഭവിച്ചെന്ന് മാത്രം എനിക്കറിയില്ല. ഒരു സുപ്രഭാതത്തിൽ രണ്ടുപേരും രണ്ടായി. ഞാൻ കണ്ട രണ്ട് വലിയ മനുഷ്യർ അങ്ങനെ എന്നേക്കുമായി പരസ്പരം പിരിഞ്ഞു. പക്ഷേ മോളിതൊന്നും കേട്ട് വിഷമിക്കണ്ടാട്ടോ. ഇതിന്റെ പുറകെ പോകണ്ടെന്നാണ് എന്റെ അഭിപ്രായം. വെറുതെ വർമ്മ സാറിന്റെ ശത്രുത വരുത്തിയേക്കണ്ട. പിന്നെ ഒരപേക്ഷയുള്ളൂ എനിക്ക്. അച്ഛന്റെയും അമ്മയുടെയും ജീവിതം മോൾക്കൊരു പാഠമാണ്. നിങ്ങളുടെ ജീവിതം നിങ്ങളുടേത് മാത്രമാണ്. പരസ്പരം വിശ്വാസത്തോടെ മുന്നോട്ട് പോകണം. നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ ഇനി ഞാൻ വന്നാലും എന്നെയും ഒരു വിളിപ്പാടകലെ അകറ്റി നിർത്തണം. ആനന്ദേ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സൗന്ദര്യ പിണക്കൊക്കെ ദാമ്പത്യ ജീവിതത്തില് സർവ്വസാധാരണമാണ്. ലോകത്തുള്ള എല്ലാ ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതത്തിലും അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഭാവിയിലും അതുണ്ടാവും. അത് ചിലപ്പോ 10-15 മിനിറ്റോ അതുമല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് തീരാവുന്നേ ഉള്ളൂ. പക്ഷേ അതിനാരെങ്കിലും ഒരാൾ ക്ഷമിച്ചു കൊടുക്കണം. എന്നാലേ അത് പരിഹരിക്കപ്പെടും. ഓഹോ, അങ്ങനെയാണോ? അങ്ങനെ ഒരു തരത്തിലും പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്ത സാഹചര്യമാണല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കണം. എന്നിട്ട് പരസ്പരം പിരിയുക തന്നെയാണ് ചെയ്യേണ്ടത്. ഏതായാലും നീ തന്നെ അവസാനമായി ഒരു വട്ടം കൂടി ആലോചിച്ച് ഒരു തീരുമാനം എടുക്കുക. അത് മതി. ശരി. എന്റെ വളരെ അടുത്തൊരു ഫ്രണ്ടായിരുന്നു.
ഒരു ഫാമിലി ഇഷ്യൂ. ഞാനും ഋതിക മേഡം തമ്മിലുള്ള പ്രശ്നം എന്റെ ഒരു സുഹൃത്തിൻ്റെതാക്കി വർമ്മ സാറിനോട് അവതരിപ്പിച്ചാലോ? അങ്ങനെ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടായാലോ? നീ എന്താ ആലോചിക്കുന്നത്? ആ അല്ല, ഞാൻ ആലോചിച്ചതേ, എന്റെ ഒരു ക്ലോസ് ഫ്രണ്ടിന് ഇതുപോലൊരു ഇഷ്യൂ. ഇതുപോലെയല്ല, ഒത്തിരി വ്യത്യാസമുണ്ട്. സാറിനോട് പറഞ്ഞ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവുമല്ലോ. ഞാനൊന്ന് പറഞ്ഞോട്ടെ? ആ, എനിക്ക് സമയമുണ്ടല്ലോ, നീ പറയൂ. ഹരിശങ്കർ എന്നാ എന്റെ ഫ്രണ്ടിന്റെ പേര്. ഭാര്യയുടെ പേര് വന്ദന. അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. ഭാര്യയോട് ഭർത്താവിന് ഇഷ്ടമൊക്കെയാണ്. പക്ഷേ അവന് അവളോട് പ്രണയമില്ല. അത് കൊള്ളാലോ. ഇഷ്ടമാണ്, പക്ഷെ പ്രണയമില്ല. ഇഷ്ടവും പ്രണയവും രണ്ടും രണ്ടാണല്ലേ? എന്നാ ബാക്കി പറയും. പക്ഷേ ഭാര്യ അങ്ങനല്ലായിരുന്നു. ഭർത്താവെന്ന് വെച്ചാ ജീവനായിരുന്നു. അതിലുപരി പ്രണയമായിരുന്നു. ഇതിങ്ങനെ തുടർന്നു പോകുന്നു. ഭർത്താവിന് ഭാര്യയോട് പ്രണയമില്ലെന്ന് തോന്നി തുടങ്ങിയ ഭാര്യ പതിയെ പതിയെ ഭർത്താവുമായിട്ട് വഴക്കിടാൻ തുടങ്ങി. ഭാര്യയ്ക്ക് ഒരു തരത്തിലും ഒരു വേദന ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്ന ഭർത്താവ് പതുക്കെ പതുക്കെ ഭാര്യയോട് അടുക്കുകയും ഭാര്യയോട് വലിയ പ്രണയം തോന്നി തുടങ്ങുകയും ചെയ്തു. ഇതൊരു വിചിത്രമായ പ്രണയത പോലെയാണല്ലോ എനിക്ക് തോന്നുന്നത്. ബാക്കി പറയൂ, കേക്കട്ടെ. ഭർത്താവിന് ഭാര്യയോട് പ്രേമം തോന്നി തുടങ്ങിയപ്പോ ഭാര്യയ്ക്ക് വലിയ വഴക്ക്. ഇപ്പൊ അവര് തമ്മില് വേർപിരിയേണ്ട വക്കിലാ കാര്യങ്ങള്. അകലെ